ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വായക്കാട് പണിക്കരപ്പുറായ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന ഭക്ഷ്യമേള ഫുഡ് ഫെസ്റ്റിവൽ 2025 അതിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരുപാട് നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു സ്റ്റാൾ അവിടെ ഇടാൻ അവസരം കിട്ടി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാനും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ നല്ല പൊരിച്ച കോഴിയുടെ മണമൊക്കെ ഉണ്ട്. കുറച്ച് സമയം അവിടെയൊക്കെ കറങ്ങി ഞാൻ വീഡിയോ എടുത്തു. അപ്പോഴേക്കും ഉദ്ഘാടനത്തിനുള്ള ഘോഷയാത്ര എടവണ്ണപ്പാറയിൽ നിന്നും ഈ പണിക്കരപ്പുറായ സ്റ്റേഡിയത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ എടുക്കാനായി ഞാൻ പെട്ടെന്ന് തന്നെ പുറത്ത് ചാടി വീഡിയോ എൻ്റെ മൊബൈലിൽ പകർത്തി. വാദ്യമേളയോട് കൂടിയുള്ള നല്ലൊരു ഘോഷയാത്ര കാണാൻ നല്ല ഇമ്പമുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേജിൽ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരുപാട് കലാപരിപാടികളുണ്ട്. എന്തായാലും നമുക്ക് രാത്രിയൊന്നും നിൽക്കാൻ കഴിയില്ല. ഞാൻ വൈകുന്നേരം തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകും. കാരണം രാത്രി ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടുന്ന് ബസ്സോ കാര്യമോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം തന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഒരുപാട് നല്ല നല്ല പരിപാടികൾ ഇപ്പോഴും അവിടെ സ്റ്റേജിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്പന കുട്ടികളുടെ അകമ്പടിയും ഈ ഒരു ഘോഷയാത്രയിൽ ഉണ്ട്. ഒപ്പന കുട്ടികളും ആ ഒരു ഭംഗിയിൽ തന്നെ കൊട്ടി ഘോഷയാത്രയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചെണ്ടമേളം, അതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആ ഒരു ചെണ്ടമേളം കൂടി വീഡിയോസ് എടുക്കാമെന്ന് കരുതി ഞാൻ ചെണ്ടമേളത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെണ്ടമേളം നല്ല ഭംഗിയിൽ നല്ല താളത്തിൽ കൊട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്റ്റാളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. പച്ചക്കറികളും അതുപോലെ തന്നെ പല ഐറ്റം അച്ചാർ, അതുപോലെ തന്നെ ഫാൻസി ഐറ്റം, അതുപോലെ തേൻ ഐറ്റംസ്, വേറെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുഞ്ഞു സ്റ്റോളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല, കാരണം എൻ്റെ വീഡിയോയിൽ കൊള്ളുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുവിധം ഒക്കെ എടുത്തിട്ടുണ്ട്. വലിയ ക്ലിയറൊന്നും ഇല്ലെങ്കിലും ഒരുവിധം ഒക്കെ ഞാൻ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഭംഗിയായി ഓരോ പ്രൊഡക്റ്റും അവരുടേതായ പ്രൊഡക്റ്റുകളൊക്കെ നല്ല ഭംഗിയിൽ വെച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ സ്റ്റാളും അതിൻ്റേതായ ഭംഗിയിൽ ചിട്ടയോടെ അടക്കത്തോടെ തന്നെയാണ് ഓരോ പ്രൊഡക്റ്റും അവിടെ വരി വരിയായി അണിയായി വെച്ചിട്ടുള്ളത്. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരുപാട് ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാളും കാണിച്ചു തരാം. നമുക്കും വലിയൊരു സ്റ്റാളൊന്നുമല്ല, ചെറിയ നമ്മുടെ പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് നമുക്ക് ഒരു കുഞ്ഞു സ്റ്റാളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ വരുമ്പോൾ ഈ ഒരു കളിപ്പാട്ടങ്ങളും കൂടി വാങ്ങിക്കാൻ കഴിയും കുട്ടികൾക്കായിട്ട്. പിന്നെ ഡ്രസ്സുകളുണ്ടായിരുന്നു. അതുപോലെ എല്ലാവിധ പൊടി ഐറ്റംസും, വെളിച്ചെണ്ണ, അതുപോലെ നല്ല മൺപാത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സമയം നോക്കിയിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ മൺപാത്രങ്ങൾ. എന്തായാലും അങ്ങനെയുള്ള മൺപാത്രങ്ങൾ, കത്തി, അതുപോലെ ഒരുപാട് ഐറ്റം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ചട്ടി ഐറ്റം, അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടി, കുറേ ഐറ്റം ചവിട്ടികളുണ്ട്. അധികം റേറ്റൊന്നും ഈ ഒരു ചവിട്ടിക്കില്ല. അതുപോലെ തന്നെ നാച്ചുറൽ പ്രോഡക്റ്റുകളും വേറെയും ഒരുപാടുണ്ടായിരുന്നു.
ഒക്കെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരുടെ പ്രൊഡക്റ്റും നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെ നോക്കി നോക്കി വാങ്ങിക്കാം. ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നോക്കി വാങ്ങാം. എന്തായാലും ഒരുപാട് ഐറ്റം ഉപ്പിലിട്ട ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതുപോലെ അച്ചാർ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ്. ഇത് നമ്മുടെ മാൾമാത്താടെ അച്ചാറാണ് കേട്ടോ, മാൾമാസ് അച്ചാർ. അതുപോലെ വേറെ ആളുകൾ അച്ചാർ ഐറ്റംസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ വിഭവങ്ങളാണ്. തേൻ ഐറ്റം, കാന്താരിത്തേനും മഞ്ഞൾത്തേനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെയും ഉണ്ടായിരുന്നു. അതുപോലെ അച്ചപ്പം, അങ്ങനെയുള്ള പഴം നുറുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ കൊച്ചു സ്റ്റാള്, ഇതാണ് നമ്മുടെ സ്റ്റാള്. നമ്മുടെ സ്റ്റാളിലും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ സാധനങ്ങൾ നമ്മുടെ സ്റ്റാളിലുണ്ടായിരുന്നു. ലിപ് ബാം, ഫേസ് ക്രീം, കൺമഷി, കൂവപ്പൊടി, ചർമ്മരോഗ ബാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ സ്റ്റാളിലുണ്ടായിരുന്നു. ഇതൊക്കെ സജനയുടെ പ്രൊഡക്റ്റാണ്. ബീട്രൂട്ട് പൊടി, അതുപോലെ കാരറ്റ് പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് സജനയുടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വീണ്ടും ഫുഡ് ഐറ്റം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തൂടെ ഒന്നും കൂടിയും പോയി. അപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് കരുതി. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് തന്നെയാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഐറ്റം. 10ഓളം വരുന്ന ഫുഡ് സ്റ്റാളുകൾ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഒരു സ്റ്റാള് ജ്യൂസിനായിട്ടുള്ളതാണ്. എല്ലാ ജ്യൂസ് ഐറ്റംസും ഈ ഒരു സ്റ്റാളിലുണ്ടാവും. അതുപോലെ തന്നെ ഓരോ സ്റ്റാളിലും ഓരോരോ വെറൈറ്റി ഭക്ഷണങ്ങളാണ്. ഇത് കപ്പ വിഭവങ്ങളാണ്. കപ്പ കൂട്ടാൻ, അതുപോലെ തന്നെ കപ്പയും ചമ്മന്തിയും, അതുപോലെ തന്നെ ഇത് മീൻ കറിയാണ്. അതുപോലെ കപ്പയും ഇറച്ചിയും, അങ്ങനെ കപ്പ വിഭവങ്ങളാണ് ഒരു സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റു സ്റ്റാളുകളിൽ അതിൻ്റേതായ രീതിയിൽ മറ്റു പല വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇറച്ചിയും കോഴിയും അതുപോലെ തന്നെ കാട പൊരിച്ചതുമായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നെയ്ച്ചോറ് ഐറ്റം, അതുപോലെ തന്നെ ബിരിയാണി ഐറ്റം വേറെയും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പകുതിയും ഭക്ഷണം തീർന്നിരുന്നു. വീണ്ടും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങൾ. അവിടെ തന്നെയാണ് പാചകം ചെയ്യുന്നതും. പെട്ടെന്ന് ഭക്ഷണം ആവുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നല്ല തിരക്കാണ്. ഈ ഒരു ഫുഡിൻ്റെ ഭാഗത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ. ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എല്ലാ സീറ്റിലും ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഫുൾ സീറ്റും ഫുള്ളാണ് കേട്ടോ. എല്ലാ സീറ്റിലും ആളുകൾ ഫുള്ളായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. ചിലരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തായാലും ഫുഡ് ഫെസ്റ്റ് അടിപൊളി.